അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ ദിവസം രാത്രി ജസീന എന്ന ഫർസാനയ്ക്ക് ഉറക്കമേ ഇല്ലായിരുന്നു. അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. നാളെ ഈ സമയം ഞാൻ തനിച്ച് ആകാശത്തിലൂടെ യാത്ര ചെയ്യുകയായിരിക്കും. അവിടെ ചെന്നിറങ്ങുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരാളും ഉണ്ടാവില്ല. എനിക്ക് ഭാഷയും അറിയില്ല. എന്താ റബ്ബേ ഞാൻ ചെയ്യുക? പക്ഷേ ഈ നാട്ടിൽ നിന്നാൽ എനിക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ല. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവോ. അതിന് ഈയൊരു യാത്ര ഏറ്റവും നല്ലതുമാണ്. അവൾ കണ്ണടച്ച് കിടന്നു. കണ്ണടക്കുമ്പോൾ തൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും മുഖമാണ് മുന്നിലേക്ക് വരുന്നത്. തൊട്ടപ്പുറത്തായിട്ട് തൻ്റെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദിൻ്റെ മുഖവും. അത് മൂന്നും മറക്കാൻ കഴിയുന്നില്ല. പിന്നീട് തൻ്റെ കുഞ്ഞനിയൻ, അവരെക്കുറിച്ചെല്ലാം അവൾ ഓർത്തുവെങ്കിലും അതൊന്നും തനിക്ക് സമാധാനം നൽകില്ല എന്നറിഞ്ഞതുകൊണ്ട് തന്നെ അവൾ ആ ഭാഗം മായ്ച്ചു കളയുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാലും അത്രക്കും പോറ്റി വളർത്തി ഉണ്ടാക്കിയ ഒരു പെൺകുട്ടിക്ക് ഇത്രയധികം ഇങ്ങനത്തെ മനസ്സ് എങ്ങനെ വരും? പക്ഷേ അവൾക്ക് ആ മനസ്സ് അതാദ്യമേ ഉണ്ടായിക്കഴിഞ്ഞു. രാജേഷിൻ്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ തന്നെ അവളുടെ മനസ്സാകെ മാറിയിരിക്കുന്നു. അവൾ തൻ്റെ കുടുംബത്തെ ഇട്ടെറിഞ്ഞിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു യാത്ര അവൾക്ക് ഒരു പുത്തരിയല്ല. ആ ഫ്ലാറ്റിൻ്റെ മുകളിലത്തെ നിലയിൽ അവൾ കിടന്ന് ഉറക്കം വരാഞ്ഞിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. തൊട്ടപ്പുറത്തുള്ള ആ ഒരു ബെഡിൽ ആ താത്ത കിടക്കുന്നുണ്ട്. ഫർസാന തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് കണ്ടിട്ട് അവർ ചോദിക്കുന്നു, അല്ല ഫർസാന, എന്താ ഉറക്കം വരുന്നില്ലേ? പിന്നെ നന്നായിട്ട് ഉറങ്ങിക്കോളൂ കേട്ടോ. നാളെ ഒരുപാട് യാത്രയുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാത്രി ശരിക്കും ഉറക്കം കിട്ടാഞ്ഞാൽ ആകെ പെടും. ഇന്നും രാത്രി ഉറക്കമില്ല, നാളെ ഉറക്കമില്ല, അങ്ങനത്തെ രീതിയിലാകുമ്പോഴേ പിറ്റേന്ന് അവിടെ ചെല്ലുമ്പോഴേ ഒരു സ്മാർട്ട്നെസ് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഏതൊരു അറബിയുടെ അടുക്കിലേക്ക് പോകുമ്പോഴും ഒരു സ്മാർട്ട്നെസ് ഉള്ള കുട്ടികളെയാണ് അവർ പെട്ടെന്ന് സെലക്ട് ചെയ്യുക. അല്ലാതെ അവരുടെ ആ വാക്കുകൾ കേട്ട് അവൾക്ക് ഒന്നുകൂടി ഭയം വർദ്ധിച്ചു. അവൾക്ക് ആ രാത്രി തീരെ ഉറക്കം വന്നില്ല. ഏകദേശം പുലർച്ചെയാവാൻ സമയമായപ്പോഴാണ് അവളൊന്ന് കണ്ണടച്ചത്. ഏറെ നേരം വൈകിയിട്ടും ഉണരാതിരുന്ന അവളെ താത്ത വിളിക്കുന്നു, ഫർസാന, എന്താ എണീക്കുന്നില്ലേ? ഇന്നാണ് നീ പോകേണ്ട ദിവസം. അതിനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി വെക്കണമെന്നുണ്ടെങ്കിലേ ഒന്ന് എണീറ്റ് ഫ്രഷായി റെഡി ആവാൻ നോക്ക്. അല്ലാതെ ഈ ഒരു കിടത്തം കിടന്നാൽ പിന്നെ ആദ്യമേ ഞാൻ പറഞ്ഞേക്കാം, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു ജോലിയൊക്കെ സെറ്റാക്കി തരുന്നുണ്ട്. അതൊരു പക്ഷെ മാറാനും ചാൻസ് ഉണ്ട്. എന്തൊക്കെ തന്നെയാലും അറബികളുടെ അടുത്തെത്തിയാൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ പെർഫോമൻസ് കാഴ്ചവെക്കുക. അല്ലാതെ ഇങ്ങനെ ഉറങ്ങി തൂങ്ങി നിന്നാലൊന്നും ആർക്കും പറ്റില്ല. അവൾക്ക് ആ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ തന്നെ വല്ലാതെ ബുദ്ധിമുട്ട് തോന്നി. പഠിച്ചോനെ, എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടല്ലോ. ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എന്താ ഞാൻ ചെയ്യുക? എനിക്കറിയുന്നില്ല. എനിക്ക് ആരുടെയൊക്കെ ഹെൽപ്പ് വേണം എന്ന് തോന്നുകയാണ്. അവൾ പതുക്കെ അതാ എഴുന്നേൽക്കുന്നു. എന്താ ഇപ്പോൾ പൊന്തട്ടങ്ങട്ട്? ഗൾഫിലേക്ക് പോകാം ഓക്കെ പറഞ്ഞ പെണ്ണാണിത്. അവൾ ഫ്രഷായി. അപ്പോഴേക്കും അതാ ആ താത്ത കോഫി കൊണ്ടുവന്നിരിക്കുന്നു. കോഫി കുടിച്ചോ, കോഫിയും റസ്ക്കും. ആ ചൂടുള്ള കോഫി അവൾ ചുണ്ടോടടുപ്പിച്ചു. പെട്ടെന്നത് കുടിച്ചപ്പോൾ കുറച്ച് നാവ് പൊള്ളിപ്പോയി. അതുകൊണ്ട് തന്നെ ടേസ്റ്റ് അധികമൊന്നും കിട്ടിയില്ല. എങ്കിലും ആ റസ്ക് അവൾ ചായയിൽ മുക്കി അവൾ വായിലേക്ക് വെച്ചു. ആ നിമിഷവും അവൾ എന്തൊക്കെയോ ഓർത്തുപോയി. എന്താ ആലോചിച്ച് നിൽക്കുന്നത്? വേഗം ചെയ്യാനുള്ളതൊക്കെ ചെയ്താലേ പോകാനുള്ളതൊക്കെ സെറ്റാക്കണ്ടേ? താത്തയുടെ ആ ഒരു വാക്കുകൾ വീണ്ടും അവിടെ മുഴങ്ങി. പക്ഷേ അവരെന്നോട് വെറുപ്പൊന്നും കാണിച്ചിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം ഫുഡും വെള്ളമൊക്കെ കിട്ടുന്നുണ്ട്. ആർക്കറിയാം, എന്നെ ഇങ്ങനെ ഇത്രമാത്രം തീറ്റിപ്പോറ്റാനും സ്നേഹിക്കാനും കാരണം മറ്റു വല്ലതും ഉണ്ടാവും. അല്ലാതെ അവരൊരിക്കലും ഒരാൾക്ക് വേണ്ടി ഇത്രയൊന്നും കഷ്ടപ്പെടില്ല. ഫർസാന, വീണ്ടും വിളി വരുന്നു. ഞാൻ നിനക്ക് കൊണ്ടുവന്ന ആ ഡ്രസ്സ് അതൊക്കെ ഓക്കെ അല്ലേ? നീ നോക്കിയില്ലേ? പിന്നെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി വാങ്ങിയിട്ട് ഞാൻ വരാം. എന്തായാലും ഇന്ന് രാത്രി 9-നല്ലേ ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 7 മണിക്ക് നമുക്ക് ഇവിടെ നിന്ന് പുറപ്പെടാം. അതായിരിക്കും നല്ലത്. എന്താ ഫർസാന? ഇത്ത എൻ്റെ കൂടെ വരുമോ?
എന്താ മോളെ നീ പറയണത്? ഇത്ത, എനിക്ക് പേടിയാണ്. എനിക്ക് അറബി ഒന്നും അറിയില്ല. അറബി അറിയില്ലെന്നോ? അല്ലെങ്കിൽ ആരെങ്കിലും ഭാഷ പഠിച്ചിട്ട് ഇവിടുന്ന് പോവോ? അങ്ങനെ ഉണ്ടോ? അങ്ങനെയില്ലല്ലോ. ഇവിടുന്ന് ഗൾഫിലേക്ക് ആദ്യമായിട്ട് പോകുന്ന ഒരു കുട്ടിക്കും ഇവിടെ അറബി സംസാരിക്കാൻ അറിയില്ല. അവിടെ എത്തി ഇടപഴകലിലൂടെയാണ് അറബി, അതുപോലെ ഇംഗ്ലീഷ്, ഹിന്ദി അതൊക്കെ നമുക്ക് സെറ്റാകുന്നത്. അല്ലാതൊരിക്കലും ഇവിടെ നിന്ന് കാണാപ്പാഠം പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്ന രീതിയിലുള്ള അറബിയൊന്നുമല്ല, നമ്മൾ പഠിച്ച രീതിയിലുമല്ല. അതിനൊക്കെ പ്രത്യേകമായിട്ടൊരു ശൈലിയുണ്ട്. അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് മനസ്സിലായിക്കോളും. അവൾക്കെങ്കിലും ഭയമായിരുന്നു. ഇത്ത, ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് അതൊന്നും എനിക്കറിയില്ല. ഫർസാന, നീ അതൊന്നും അറിയണ്ട. നീ അവിടെ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ നിനക്ക് വേണ്ടി ഒരു വാഹനം വരും, അവർ നിന്നെ കൊണ്ടുപോകും. അവൾ ഭയന്നു. പഠിച്ചോനെ, പേടിയാകുന്നു. അവൾക്ക് രാജേഷ് ചെയ്ത ആ ഒരു പ്രവൃത്തികൾ കണ്ട് പേടിച്ചിട്ട് അവൾക്ക് എല്ലാം കൊണ്ടും ഭയമായിരുന്നു. ഇത്ത, പേടിക്കണ്ടെന്നേ. അവർ പറയുമ്പോൾ വണ്ടിയിൽ കയറുക. കയറിയിട്ട് അവർ ദൂരേക്ക് കൊണ്ടുപോകുന്നത് ഒരു പക്ഷേ അവരുടെ വീട്ടിലേക്കായിരിക്കും, അല്ലെങ്കിൽ അവിടെ എന്ത് ജോലിയാണുള്ളത് ആ ഭാഗത്തേക്കായിരിക്കും. ഇത്ത, എനിക്ക് അത്രയൊന്നും പിടിപാടില്ല. അങ്ങനെയുള്ള ജോലികളൊന്നും, അവിടുത്തെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അതൊന്നും വിഷയമേ അല്ല, അതൊക്കെ റെഡി ആയിക്കോളും. ഫർസാനയെ അവർ ആശ്വസിപ്പിക്കുന്നു. പിന്നെ എന്തൊക്കെ തന്നെയാലും അവർ പറയുന്നത് അനുസരിച്ച് നിൽക്കണം കേട്ടോ, അതിൽ മാറ്റം വരുത്തരുതേ. അങ്ങനെ ആകുമ്പോൾ നമ്മളെ അവരൊരു ശത്രുക്കളായി കാണും. എന്തൊക്കെ തന്നെ ജോലിയാണെങ്കിലും സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. സമയം ഉച്ച കഴിഞ്ഞു. അവൾ ക്ലോക്കിലേക്ക് നോക്കി. പഠിച്ചോനെ, ആ ക്ലോക്കിൻ്റെ വേഗത അത് പെട്ടെന്ന് നീങ്ങുന്നുണ്ടോ എന്നവൾക്ക് തോന്നിപ്പോയി. ഇതാ സമയം 2 മണിയായിരിക്കുന്നു. ഫർസാന, ബാഗെല്ലാം സെറ്റാക്കിയില്ലേ? അവളുടെ ആ താത്തയുടെ ശബ്ദം. അവൾക്ക് നൽകിയ ഡ്രസ്സുകളെല്ലാം അടുക്കി വെക്കുന്നു. പിന്നെ പാസ്പോർട്ട് അത് കളഞ്ഞു പോരുത് കേട്ടോ ഒരിക്കലും. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ നിനക്ക് ഇങ്ങോട്ട് വരാൻ വരെ പറ്റില്ല. അവൾ പേടിച്ചുകൊണ്ട് മൂളി. പിന്നെ അറബി വീട്ടിലേക്കാണെങ്കിൽ കൊണ്ടുപോവാൻ കുറച്ച് ഞാൻ സ്വീറ്റ്സ് തരുന്നുണ്ട്, അതവർക്ക് കൊടുത്തോണ്ടോ. എന്തൊക്കെ തന്നെയായാലും സന്തോഷമായിക്കോട്ടെ. അവർ നൽകിയ ആ ഒരു സ്വീറ്റ്സിൻ്റെ പൊതി അതും അവൾ ആ ബാഗിൻ്റെ സൈഡിൽ വെച്ചു. സമയം 4 മണി വൈകുന്നേരമായിട്ടുണ്ട്. കുറച്ച് ടൈമും കൂടി കഴിഞ്ഞാൽ ഇതാ ഞാൻ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. സമയം ഇരുട്ടി തുടങ്ങി. അതാ അവൾക്ക് ഇറങ്ങുവാൻ സമയമായി. ഫർസാന, ഇറങ്ങാം. ആ ഒരു വിളിയിൽ അവളുടെ ഉള്ളിലൂടെ ധൈര്യം ചോർന്നു പോകുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെടുകയാണ്. അവൾക്ക് എന്തൊക്കെയോ സംഭവിച്ചു. ഈ നാട് വിട്ട് പറക്കുകയാണ്, സ്വന്തം കുടുംബാംഗങ്ങളെ വിട്ടു പോവുകയാണ്. അല്ലെങ്കിലും അവരുമായി ഞാൻ കുറച്ച് കാലമായില്ലേ അകന്ന് ജീവിക്കുന്നു. ഞാൻ ആരുമില്ലാത്തവളല്ലേ, എനിക്ക് ആരുമില്ല, എനിക്കെൻ്റെ കുഞ്ഞ് മാത്രമാണ്. പക്ഷെ ജീവിക്കണം, ജീവിച്ചേ മതിയാകൂ. എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല ആർക്കും. അവൻ ജീവിച്ചോട്ടെ. അവൾക്ക് വീണ്ടും ധൈര്യം കിട്ടിയതോടുകൂടി അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നു. ചെറിയ ബാഗിലാണ് പാസ്പോർട്ടും കാര്യങ്ങളും മറ്റുമുള്ളത്. വലിയ ബാഗ് അവർ തന്നെ എടുത്ത് അത് ആ കാറിൻ്റെ ഡിക്കിയിലേക്ക് വെക്കുന്നു. ശരിക്കും അവൾ അത്ഭുതപ്പെട്ടു. ഇവർ സ്വന്തമായി ഡ്രൈവ് ചെയ്യുന്നുണ്ടോ? അത് ഞാൻ കണ്ടില്ലല്ലോ. ഡിക്കി തുറന്ന് പെട്ടിയെല്ലാം അകത്തേക്ക് വെച്ച് അവർ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. പെട്ടെന്ന് തന്നെ അവളോട് കയറാൻ പറഞ്ഞു. അവൾ ഭയത്തോടെ പിന്നിൽ കയറുവാൻ നിന്നപ്പോൾ എന്തിന് ഫ്രണ്ടിൽ കയറ്, അവർ ആജ്ഞാപിച്ചു. അവൾ കാറിൽ കയറി. വണ്ടി റിവേഴ്സ് എടുത്തു. എത്ര പെട്ടെന്നാണെന്നറിയില്ല. ഇവർക്ക് ഈ കാര്യത്തിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണെന്ന് അവൾ വിചാരിച്ചു. നേരെയതാ ആ കാറ് എയർപോർട്ട് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു യാത്രയിൽ അവൾ പല പല ചിന്തകളിലേക്ക് വഴുതി വീണുകൊണ്ടിരുന്നു. ഈ നാട് വിട്ട് ഞാൻ പോവാണ്. എൻ്റെ സ്ഥിതി ഇനി എന്തായിരിക്കും? എന്തൊക്കെ തന്നെയാലും വരുന്നിടത്ത് വെച്ച് കാണാം വിചാരിച്ചു. ഏകദേശം 1/2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഫർസാനയെ വിളിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് അവൾ ആ സ്വപ്നലോകത്തിൽ നിന്ന് ഉണർന്നത്. ഫർസാന, ഫർസാന, അല്ല ഇതെന്തു പറ്റി? കിടന്നുറങ്ങിയോ കാറിൽ? എണീക്ക്.
എന്താ അതിങ്ങനെ കുറച്ച് സ്മാർട്ടാവണം കേട്ടോ. പിന്നെ ഞാനാണ് നിനക്കിതെല്ലാം സെറ്റാക്കി തന്നത്. പിന്നെ നിൻ്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും കാര്യങ്ങൾ. നീ വേണം ഇത് നല്ല ക്ലിക്കാക്കി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ അതിനിടയ്ക്ക് വല്ല പ്രശ്നം ഒപ്പിച്ചിട്ടേ താത്ത ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞാലേ ഒരിക്കലും നടക്കുന്ന കേസല്ല കേട്ടോ. ഇന്ന് നിൻ്റെ കയ്യിലാണെല്ലാം. നീ നിയന്ത്രിക്കുന്ന പോലെ ഇരിക്കും. നീ ഇവിടെ നിന്ന് ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഞാനും നീയുമായിട്ട് യാതൊരു ബന്ധമേ ഇല്ല. ഓക്കെ? കാരണം എന്താ, വിസക്കും ടിക്കറ്റിനും ഒന്നും ഒരു ക്യാഷ് എന്നോട് ഞാൻ വാങ്ങിയിട്ടില്ല. എന്നെക്കൊണ്ട് കഴിഞ്ഞ രീതിയിൽ നിനക്കെല്ലാം തന്നിട്ടുണ്ട്. കാറിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്ത് ആ ബാഗിൽ നിന്ന് അവർ തന്നെ അത് പുറത്തേക്ക് വെക്കുന്നു. ഡിക്കി ക്ലോസ് ചെയ്തു. അവളെ അതാ അന്താരാഷ്ട്ര പുറപ്പെടൽ ആ ഭാഗത്തേക്ക് അവളെ കൊണ്ട് ചെന്നാക്കുന്നു. ദാ ഈ ഒരു പാസ്പോർട്ട് കാണിച്ചു കൊടുക്കുക. കാണിച്ച് കൊടുത്തിട്ട് ചെക്ക് ചെയ്താൽ പിന്നെ നിന്നെ അവരെങ്ങോട്ട് വേണമെങ്കിലും എത്തിച്ചോളും. പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു നിമിഷം അവൾ ആ ഇത്തയുടെ മുഖത്തേക്ക് നോക്കി. ഇത്ത എനിക്ക് ദാ ഈ പാസ്പോർട്ട് ഇങ്ങനെ പിടിച്ചു തന്നോ, അവർ ചെക്ക് ചെയ്യും. നോ പ്രോബ്ലം, ടെൻഷൻ ആവേ ചെയ്യരുത്. ഓക്കെ? അവൾ പതുക്കെ പതുക്കെ അതാ ഗൾഫിലേക്ക് പോകുവാനുള്ള ആളുകളുടെ ആ വരിയിൽ നിൽക്കുന്നു. അവളുടെ ആ ഒരു ട്രോളിയിൽ ആ പെട്ടി, കയ്യിൽ പാസ്പോർട്ട്, തോളിൽ ചെറിയൊരു ബാഗ്. അവിടെയുണ്ടായിരുന്ന പോലീസുകാരൻ ഓരോരുത്തരെ അതാ ചെക്ക് ചെയ്യുന്നു. കൂട്ടത്തിൽ അതാ ജസീന എന്ന ഫർസാനയെ സൂക്ഷ്മതയോടെ അതാ പാസ്പോർട്ടിലേക്ക് നോക്കുന്നു. പിന്നെ അവളുടെ മുകളിലേക്കും മാറി മാറി നോക്കുന്നു. മനസ്സിൽ പ്രാർത്ഥിച്ചു, പഠിച്ചോനെ കുഴപ്പമൊന്നുമില്ല, ഞാൻ മതിയിരുന്നു. ഭാഗ്യമെന്ന് പറയട്ടെ, അവിടെ നിന്ന് അവൾ രക്ഷപ്പെടുകയാണ്. അടുത്തത് മറ്റൊരു ഗേറ്റ്. അതാ അവിടേക്കും അതുപോലെ ചെക്കിങ് കാര്യങ്ങളുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. എന്തൊക്കെ തന്നെയായാലും ഫർസാന എന്ന ജസീന അതാ അവിടെ നിന്ന് രക്ഷപ്പെടുവാനുള്ള എല്ലാ കാര്യങ്ങളും അവൾക്ക് സെറ്റായി പെട്ടെന്ന് തന്നെ. ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് ഇരിക്കുന്ന ആ ഒരു ഗ്യാലറിയിൽ അവൾ അല്പസമയം ഇരുന്നു. പിന്നീട് ആ ഫ്ലൈറ്റിലേക്കുള്ള ആളുകളെയെല്ലാം വിളിച്ചു. അവരെല്ലാവരും അതാ അതിലേക്ക്, കൂടെ ജസീന എന്ന ഫർസാനയും. ആദ്യമായി ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് അവൾ. ആദ്യമായി ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ എന്തൊക്കെയോ മനസ്സിൽ സ്വപ്നം കണ്ട രീതിയിലുള്ളതൊന്നുമല്ല അവൾക്കവിടെ കാണാൻ കഴിഞ്ഞത്. ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ തന്നെ തത്തമ്മച്ചുണ്ടുള്ള 2 പെണ്ണുങ്ങൾ അവിടെ സ്വീകരിക്കാനും എല്ലാത്തിനും നിൽക്കുന്നുണ്ട്. അവൾ പറഞ്ഞ ആ ഒരു സീറ്റിൽ അവൾ സീറ്റ് ഉറപ്പിച്ചു. പുറത്തേക്ക് നോക്കി. അവിടെ ഇവിടെയായിട്ട് വിമാനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു. പഠിച്ചവനെ എന്തൊക്കെയാണാവോ, ഇവിടെ നിന്ന് പൊങ്ങി എങ്ങോട്ട് പോകാൻ എനിക്കറിയുന്നില്ല. ആദ്യമായിട്ട് ഫ്ലൈറ്റ് യാത്ര, അതും ആരുമില്ലാതെ. അവളുടെ മനസ്സിൽ പേടിയുണ്ട്. പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ല. ഇത്ത പറഞ്ഞിരുന്നു നല്ല സ്മാർട്ടായിട്ട് നിൽക്കണമെന്ന്. ഏതാനും നിമിഷങ്ങൾക്ക് അതാ ജസീന എന്ന ഫർസാന പോകുന്ന ഫ്ലൈറ്റ് അതാ പറന്നു പൊങ്ങുന്നു. ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ വയറിൻ്റെ ഉള്ളിലൂടെ ഒരു കാളൽ അവൾക്ക് അനുഭവപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് ആ ഒരു അവസ്ഥയിലേക്ക് അവളങ്ങ് അലിഞ്ഞു ചേർന്നു. ഫ്ലൈറ്റ് യാത്ര വളരെയധികം ഹൈറ്റിലാണ് ഫ്ലൈറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവൾ പതുക്കെ ആ ഒരു ജനാലയിലൂടെ നോക്കി. എവിടെ നിന്നോ ഒരു വെളിച്ചം ഇങ്ങനെ ആകാശത്ത്, അതാന്ന് ആകാശത്തിൻ്റെ നിറം വർദ്ധിപ്പിച്ചിരുന്നു. അവളുടെ തൊട്ടടുത്ത് ഒരു ആണായിരുന്നു ഇരുന്നിരുന്നത്. എക്സ്ക്യൂസ് മീ. അവൾ ഭയത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. പേടിക്കണ്ട, എങ്ങോട്ടാ യാത്ര, കൂടെ ആരാണ് എന്നുള്ള രീതിയിൽ അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾക്ക് എന്ത് പറയണം എന്നായിപ്പോയി. എല്ലാവരും ചോദിക്കുന്നത് പേരാണ്, പിന്നെ സ്ഥലമാണ്. പഠിച്ചവനെ എന്നോട് മാത്രമാണോ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത്? അവളുടെ പേര് പറഞ്ഞു. ഇനിയൊരിക്കലും ജസീന എന്നുള്ള പേര് ഇവിടെ പറയണ്ട. എൻ്റെ പേര് ഫർസാന. എങ്ങോട്ട് പോകുന്നു? ഭർത്താവിൻ്റെ അടുക്കലേക്കോ അതോ പിതാവിൻ്റെ അടുക്കലേക്കോ? അയാളുടെ ആ ചോദ്യം അവൾ വീണ്ടും ഉത്തരം മുട്ടി. അവൾ പറഞ്ഞു, അല്ല, രണ്ടുമല്ല. പിന്നെ ഞാൻ ജോലിക്ക് പോവാണ്. ജോലിക്കോ? ഈ ഒരു ചെറുപ്രായത്തിലെ അറബി നാട്ടിലേക്ക് ജോലിക്ക് പോവേ? അതെന്താ? അങ്ങനെയാണ് എനിക്ക് സിറ്റുവേഷൻ. അതുകൊണ്ട് എൻ്റെ ബുദ്ധിമുട്ട് മാറണം, എനിക്ക് ജീവിക്കണം, അതിനുവേണ്ടി ജോലിക്ക് പോയേ മതിയാവുള്ളൂ. അവളുടെ ആ വാക്കുകളിൽ എന്തൊക്കെയോ അവൾക്ക് വലിയൊരു ആഘാതമേറ്റതുപോലെ അയാൾക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു.
അങ്ങനെ അതാ ആ വിമാനം ആകാശത്തോട് പറന്നു പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ചൊക്കെ വിശേഷങ്ങൾ ചോദിച്ചിട്ട് അയാൾ പിന്നെ അവളുടെ ഭാഗത്തേക്ക് മൈൻഡ് ചെയ്തിട്ടില്ല. എന്തിനാണ് വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? അവരവരുടെ ഇഷ്ടങ്ങൾ തേടി പോവുകയായിരിക്കും. നമ്മളൊരിക്കലും ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അങ്ങനെ അതാ ജസീന ഏതാനും നിമിഷങ്ങൾക്കകം ആ അറബ് നാട്ടിൽ കാലുകുത്തുവാൻ വേണ്ടി പോവുകയാണ്. അവൾക്ക് നന്നായി ഉറക്കം വരുന്നു എന്ന് തോന്നി. സമയം നോക്കിയപ്പോൾ ഇല്ല, 5 മണിക്കൂറോളം ഉണ്ടല്ലോ യാത്ര. അതിലിപ്പോൾ 2 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ. അവൾ മനസ്സിൽ വിചാരിച്ചു, ഞാൻ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ എന്നെ ആരായിരിക്കും അവിടെ കാത്തിരിക്കുക? ആരായിരിക്കും എന്നെ കൊണ്ടുപോവുക? എനിക്കൊന്നും അറിയുന്നില്ല. ഒരാളുടെ മുഖവും എനിക്കറിയില്ല. എനിക്ക് പഠിച്ചവനെ നീ മാത്രമേ ഉള്ളൂ. നീ കൽപ്പിച്ചിനെതിരായിട്ട് പ്രവർത്തിച്ച് പോന്നവളാണ് ഞാൻ. എങ്കിലും ഞാൻ നിന്നോട് അപേക്ഷിക്കാണ്, റബ്ബേ എന്നെ നീ രക്ഷിക്കണം, എവിടെയും പെടുത്തരുതേ. അവൾ ആ ഫ്ലൈറ്റിലിരുന്നു കൊണ്ട് പഠിച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും ഒരു നിർദ്ദേശവുമായി അതാ ഫ്ലൈറ്റിൽ നിന്ന് ഒരു അനൗൺസ്മെൻറ്റ്. ഏകദേശം എത്താനായി എന്നവളത് അങ്ങനെ ഉറപ്പിക്കുന്നു. സീറ്റ് ബെൽറ്റ് ധരിക്കുവാനും എല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അതാ 5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഫർസാനയുടെ ഫ്ലൈറ്റ് അതാ താഴ്ന്നിറങ്ങുന്നു. അവിടെ അറേബ്യയിലെ ഒരു എയർപോർട്ടിലേക്ക്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.